ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെളുപ്പിനെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. പി ലീല പാടിയ ശ്രീ ഗുരുവായൂരപ്പ സുപ്രഭാതമാണ് നമ്മൾ വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും രമേശേട്ടനും അമ്മയും മാത്രമൊന്നല്ല ഈ ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ കോഴിമക്കളും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം വെളുപ്പിനെ തന്നെ അവരെയും തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ മാലയുണ്ടല്ലോ, ഈ വാതുക്കെ നിൽക്കുന്ന മാല മുട്ടയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. വെളുപ്പിനോ രാത്രിയോ ഒക്കെ മുട്ടയിട്ടതായിരിക്കാം. അപ്പോൾ നമുക്ക് മുട്ടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവൾ പകലൊക്കെയാണ് ഇടാറ്. ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അവൾ നേരത്തെ തന്നെ അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിച്ചു വെച്ചതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇരുട്ട് മാറി വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നിക്കുമോന് ഇറങ്ങിയ അപ്പം തന്നെ അരി കിട്ടണം. അതുകൊണ്ട് അവന് അരി ഒരു പാത്രത്തിലിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കിട്ടു കുറച്ചും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോഴിമക്കളും ഉണർന്നു. എല്ലാവരും നമ്മുടെ വീട്ടിൽ വെളുപ്പിനെ തന്നെ ഉണരും കേട്ടോ. വെളുപ്പിനെ ഉണർന്നിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യവും നല്ല ബുദ്ധി നല്ല ഓർമ്മശക്തി എല്ലാം നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകി എഴുന്നേൽക്കുന്നവരൊക്കെ വെളുപ്പിനെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എഴുന്നേറ്റോളും. അപ്പം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി മാവ് രമേശേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നും ഞാനൊക്കെ അരച്ചതാണ് ഉണ്ടാക്കാറ്. ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ടാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനിയുണ്ടല്ലോ, മുറ്റത്തേക്ക് നോക്കിയപ്പോഴേക്കും ചന്നം പിന്നെ മഴ പെയ്തിട്ട് ഒന്നും പറയണ്ട. ഈ ടൈലൊക്കെ ഇങ്ങനെ ഒഴുകി കണ്ണാടി പോലെയൊക്കെ കിടക്കാണ് കേട്ടോ, വെള്ളമൊക്കെ ഒഴുകിയിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് സമയമൊക്കെ നോക്കി നിന്നു. പൂക്കളും ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം തന്നെ അടിച്ച് നീക്കി കേട്ടോ. ബാക്കിയുള്ള മുറ്റമൊക്കെ പിന്നീടൊക്കെ അടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് മടിയൊക്കെ തോന്നും. പക്ഷേ നമ്മളങ്ങനെ മടി പിടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടൈമൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈം കിട്ടണമെങ്കിൽ എത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തട്ട് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാവണം കേട്ടോ. അതായത് ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ തട്ട് വെച്ചത്. പിന്നെ ആ തട്ടും നല്ല പോലെ ചൂടായതിന് ശേഷം വേണം ഇഡ്ഡലി മാവ് ഒഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് അടുത്ത തട്ട് വെക്കരുത്. ഇത് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതും ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം മാത്രം ആ മുകളിലത്തെ തട്ടും വെച്ച് കൊടുക്കാം. അതിലും നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തട്ടെടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വീഴുന്ന തരത്തിലുള്ള നല്ല പൂ പോലത്തെ ഇഡ്ഡലികൾ നമുക്ക് കിട്ടും കേട്ടോ. അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മാവായാലും നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കിയതായാലും ഇതുപോലെ കുറച്ച് ടൈം അതിന് ചിലവഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമുള്ള ഇഡ്ഡലിയും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയാണോ ദോശയാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടം ദോശയാണ് കേട്ടോ. പക്ഷെ രമേശേട്ടനും അമ്മയ്ക്കൊക്കെ ഇഷ്ടം ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ കഴിക്കാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. ഇന്ന് 2 ഇഡ്ഡലി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ 2 ദോശയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളിതാ ഇഡ്ഡലി മാവ് ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തോട് കൂടിയിട്ട് ഈ ഇഡ്ഡലി മാവ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ മാവ്. ഒട്ടും സമയമില്ലാത്തവർക്ക് അതുപോലെ ജോലി തിരക്കൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് മാവ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഹെൽത്തി. പിന്നെ നമ്മളിത് ആ മല്ലിയിലയും പിന്നെ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് നാളികേരമൊക്കെ കൂടെ അരച്ചും കഴിഞ്ഞിട്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. 1-2 ദോശയും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് കണ്ടുപിടിച്ചൊരു ജോലി എന്ന് പറയാമല്ലോ, ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കുന്നതൊക്കെ നമ്മുടെ വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പ് ഇപ്പോൾ ഞാനുണ്ടല്ലോ ഒന്ന് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതങ്ങോട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇങ്ങനെ സ്റ്റീലിൻ്റെ വിറകടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും, പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ ഇതിന് ചിലയിടത്ത് സ്റ്റീലില്ലാതെ
ടൈലൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള അടുപ്പുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് അടുപ്പുകളുണ്ട്. നമ്മൾ ഫുൾ സ്റ്റീൽ വരുന്നതാണ് നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ അടുപ്പുകളൊക്കെ ഇടുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, അയ്യോ ഇതാകെ അഴുക്കാവില്ലേ കരിയാവില്ലേ എന്ന്. ഒന്നുമില്ല കേട്ടോ. നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ തേച്ച് കഴുകില്ലേ, അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പുത്തൻ പോലെ തിളങ്ങിയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സബീനയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ സബീന പൗഡർ ലേശം അങ്ങോട്ട് വിതറി അങ്ങോട്ട് ഇട്ടിട്ട് വെറുതെ നമ്മുടെ ആ സ്ക്രബ്ബർ ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായി കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ട്. കാരണം വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാറ് കൂടുതലായിട്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ ചോറ് വയ്ക്കും. ഡെയിലി നമ്മൾ കത്തിക്കുന്നില്ല കേട്ടോ. അത് വിചാരിച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഇത് കത്തിക്കാതെ ഇരിക്കാറുമില്ല. ഏതെങ്കിലുമൊക്കെ ദിവസം മിസ് ചെയ്താലും പിന്നെ നമ്മൾ കത്തിക്കും കേട്ടോ. ഈ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിറകടുപ്പ് കത്തിക്കാനായിട്ട്. കാരണം അതിൻ്റെ ആ തീച്ചൂടൊക്കെ കൊണ്ടും കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ആ ചൂടൊക്കെ കിട്ടിയിട്ട് ഈ തണുപ്പിൽ നിന്നൊക്കെ ഒരു രക്ഷയും. പിന്നെ അത് കാണുമ്പോൾ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ തീ കത്തുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ തണുപ്പൊക്കെ അകന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മഴക്കാലമായില്ലേ, ഇനിയൊക്കെ ഡെയിലി കത്തിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് വേഗം ഒന്ന് പതുക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ വെച്ചിട്ടുള്ള കരിക്കലങ്ങളൊക്കെ തേച്ച് കഴുകുന്ന പോലെ ഭയങ്കര ഫോഴ്സ് ചെയ്തൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ നല്ല കളർ വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ കരിഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഉരച്ചൊക്കെ കഴിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ വെറുതെ നനഞ്ഞ തുണി വെച്ചും കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. അടിപൊളിയായിരിക്കും നമ്മുടെ അടുപ്പ്. അപ്പോൾ ഇനി ഈ വിറകടുപ്പ് ഇതുപോലെയുള്ള പുകയില്ലാത്ത അടുപ്പിലൊക്കെ കരി വീണ് കിടക്കുന്നതെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒട്ടും അമാന്തിക്കേണ്ട, ഇതുപോലെ അങ്ങോട്ട് തേച്ച് കഴുകി ക്ലീൻ ആക്കിക്കോളൂ. കണ്ട വിറക് വെക്കുന്ന ആ ഭാഗത്തൊക്കെ ഒരു കരി ഉണ്ടോ എന്ന് നോക്കി, ഒരു കരി പോലും ഉണ്ടാവില്ല കേട്ടോ. ഈ സെബീന ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കോളൂ. പള മിനിങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ ഇനി കരിയും കറയൊന്നും പിടിച്ച് വിറകടുപ്പുകളൊന്നും കിടക്കരുത്. എല്ലാവരും വൃത്തിയായിട്ട് സൂക്ഷിച്ചോളൂ. ഇത് അമ്മയാണ് കേട്ടോ. അമ്മ അനിയത്തിയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയും ഞാനും കൂടി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന പാടെ തന്നെ അമ്മ ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ഇത് അനിയത്തിയുടെ മൂത്ത കുട്ടിയാണ് കേട്ടോ, തുമ്പിക്കുട്ടി. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് ഉന്നത വിജയമൊക്കെ നേടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിനിപ്പോൾ ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ കൊച്ചിൻ്റെ പൂച്ചക്കുട്ടിയായിട്ടുള്ള മണിക്കുട്ടനാണ് ഈ കിടന്നുറങ്ങുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല സുഖമായിട്ടാണ് കുട്ടി കിടന്നുറങ്ങുന്നത് കേട്ടോ. പെട്ടെന്ന് എനിക്കുണ്ടല്ലോ മൗഗ്ലിക്കുട്ടനെയൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ പേടിച്ചാണെങ്കിലും ഞാനൊന്ന് തലോടിയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും കൂടി സംസാരിച്ച് എന്തിനു പറയുന്നു, വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ച് പിന്നെ അവളുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ കുറേ സമയമൊക്കെ ഇരുന്നിട്ടാണ് അവിടെ നിന്ന് വന്നത് കേട്ടോ. അപ്പം അമ്മ ഇനി 3-4 ദിവസം എന്തായാലും അനിയത്തി കുട്ടിയുടെ വീട്ടിലായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആകുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. നമ്മുടെ കോഴിമക്കളാണെങ്കിൽ എന്നെ കണ്ടതും ഓടി വന്നു കേട്ടോ. അപ്പം തന്നെ അവർക്ക് കുറച്ച് അരിയൊക്കെ ഇട്ടു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നേ മല്ലിവിത്ത് ഞാൻ പാകിയത് മുളച്ചതാണെന്നാണ് തോന്നുന്നത്. ഇലേരൊക്കെ ഒരു ഇത് കണ്ടിട്ട് മല്ലിയിലയായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അറിയുള്ളൂ. കോവയ്ക്കാണെങ്കിൽ വള്ളി ഇവിടെ വരെ എത്തിയപ്പോഴേക്ക് 2ആയിട്ട് പിളർന്നിരിക്കുന്നത്. ഒരു ഭാഗം അപ്പുറത്തേക്കും ഒരു ഭാഗം ഇപ്പുറത്തേക്കും പോകാമെന്നൊക്കെ തീരുമാനം എടുത്ത മട്ടാണ് അവരുടെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ കനകാമ്പര ചെടിയുടെ ഇലയ്ക്ക് എന്തൊരു ഭംഗിയാണെന്നറിയോ. പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ് തോന്നാട്ടോ. ഒരു തിളക്കവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേ വയ്യാത്ത വഴുതനങ്ങ തൈ ആയിരുന്നു, പക്ഷെ വഴുതനങ്ങ കുട്ടനൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കേട് വന്നിട്ടുണ്ടായിരുന്ന പച്ചമുളകൊക്കെ മഴവെള്ളം ശക്തിയായിട്ട് വീണ് കേടും കീടാണുക്കളൊക്കെ തെറിച്ച് പോയിട്ട് ഇപ്പോൾ അതേ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുളച്ച് ഇത്തിരി അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ തൈകളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമുക്കിനി ഉഷാറാക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി പൂച്ചെടികളുടെയും അതുപോലെ പച്ചക്കറി ചെടികളുടെയും ഒരുവിധം കേടൊക്കെ കനത്ത മഴയിൽ അരിഞ്ഞില്ലാതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കപ്പലണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ വീണ്ടും കപ്പലണ്ടി തൈ മുളച്ച് മഞ്ഞ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടുണ്ട്. ഇനി നമ്മുടെ പയറുകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് സുഖമാണ് കേട്ടോ. പാകിയിടാനും പെട്ടെന്ന് തന്നെ ഉണ്ടാവാനും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഈ ലില്ലിപ്പൂവൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പിങ്ക് ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടായല്ലോ. അത് മഴയുള്ളത് കൊണ്ട് തന്നെ എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്
കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഇതേ 4 മണി പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട്. എന്താല്ലേ ദൈവത്തിൻ്റെ ഒരേ വികൃതികൾ. മഞ്ഞ 4 മണിപ്പൂവും പിങ്ക് 4 മണിപ്പൂക്കളായിരുന്നു. ഇത് രണ്ടും പ്ലെയിൻ ആയിരുന്നു. പക്ഷെ ഇപ്പം നോക്കൂ, ഓരോ വർണ്ണവിസ്മയമൊക്കെ വിരിച്ചുകൊണ്ട് ഒരു പൂവിൽ തന്നെ 2 കളറൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തൊരു അഴകാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമൊക്കെ നിറയും കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ മറ്റ് ജോലികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് വീടിൻ്റെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നല്ല ഐശ്വര്യത്തോടും വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ട് നമ്മുടെ വീടൊക്കെ കിടക്കാനായിട്ട് അതുമൂലം സാധിക്കും. അങ്ങനെ നല്ല വൃത്തിക്കും വെടിപ്പോടൊക്കെ കിടക്കുന്ന വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും അതുപോലെ തന്നെ നല്ല സമാധാനവും കാര്യങ്ങളൊക്കെ തനിയേ വരും. അപ്പോൾ ഇതാ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നും കഴിഞ്ഞ് ഇതാ വിളക്കൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വെച്ച പൂക്കളൊന്നും തന്നെ വാടിയിട്ടില്ല. കാരണം മഴക്കാലമായതുകൊണ്ട് അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നിലവിളക്കൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് നാമം ചൊല്ലാനായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് തോന്നി നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. അപ്പോൾ വൈകുന്നേര സമയത്താണല്ലോ മുല്ലപ്പൂവൊക്കെ വിരിയുക, മുല്ലമൊട്ടൊക്കെ വിരിയുക. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ചാടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാ ഓരോ ഇതളായിട്ട് പതുക്കെ ഈ ഉണ്ടമുട്ട് വിടരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ദേ കണ്ട, ഇതിൽ നിന്നൊക്കെയാണ് ഈ സുഗന്ധം വരുന്നത്. എന്ത് രസമാണെന്നറിയോ, ഇവിടെ ഇരുന്ന് നാമം ചൊല്ലുമ്പോൾ ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും മുല്ലപ്പൂവ് റോസപ്പൂവൊക്കെ വീട്ടിൽ വെച്ചോളൂ. അതൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് തരാം കേട്ടോ. അപ്പോൾ ഇരുട്ടത്തും തിളങ്ങി കാണുന്നത് നമ്മുടെ ഈ മുല്ലമുട്ടുകളാണ്. അപ്പോൾ എന്നെ കാണുന്നില്ലേ അമ്മയെന്നും പറഞ്ഞിട്ട് കുറച്ചകലെ ചെത്തിപ്പൂവ് നിറയെ ഉണ്ടായിരിക്കുന്ന ചെടിയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഭംഗി തന്നെയാണ് അല്ലേ. അപ്പോൾ പൂത്തൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ഇതൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ മനോഹരമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.